അഹമ്മദാബാദിലെ വിമാന ദുരന്ത സ്ഥലം സന്ദർശിച്ച് പ്രധാനമന്ത്രി. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട യാത്രക്കാരൻ വിശ്വാസ് കുമാറിനെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. മരണപ്പെട്ടവരുടെ മൃതദേഹം തിരിച്ചറിയാനുള്ള DNA പരിശോധനയും വേഗത്തിലാക്കി മെഡിക്കൽ സംഘം. 100ഓളം പേരുടെ DNA സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചു. രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരെയാണ് പ്രധാനമന്ത്രി ആദ്യം സന്ദർശിച്ചത്. അപകടത്തിനിടെ രക്ഷപ്പെട്ട യാത്രക്കാരൻ വിശ്വാസ് കുമാറിനെ മോദി സന്ദർശിച്ചു. വിമാനം തകർന്നു വീണ സ്ഥലത്തും പ്രധാനമന്ത്രി നേരിട്ടെത്തി. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ റായിഡു എന്നിവർക്കൊപ്പമാണ് മോദി എത്തിയത്. എയർ ഇന്ത്യ CEO, അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ അപകടവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചു. സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ചേർന്നു. നിലവിലെ സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. നിലവിൽ 294 പേർ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതിൽ 265 പേരുടെ മരണം സ്ഥിരീകരിച്ചു. യാത്രക്കാർക്ക് പുറമെ JP ഹോസ്റ്റലിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ കൂടി മരിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. മൃതദേഹം തിരിച്ചറിയാനുള്ള DNA പരിശോധനകളും ദ്രുതഗതിയിൽ നടക്കുകയാണ്. 200-ലധികം പേരുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് സിവിൽ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. മരിച്ച 5ഓളം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞതായും അധികൃതർ വ്യക്തമാക്കി. ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനയും തുടരുകയാണ്. ദുരന്ത സ്ഥലത്ത് നിന്നും കൂടുതൽ സാമ്പിളുകൾ സംഘം ശേഖരിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ DNA സാമ്പിളുകൾ ഉടൻ എത്തിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.